വീട് എന്ന അനുഗ്രഹത്തെ നമുക്ക് നിശ്ചയിച്ചത് ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഒക്കെ കേന്ദ്രമായി മാറുവാൻ വേണ്ടി തന്നെയാണ്. അത്തരത്തിലുള്ള ഭവനങ്ങളാണ് ഒരു മുസ്ലിമിന്റെ ഭവനം. അങ്ങനെ ആയിരിക്കണം എന്നതാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. ഇന്ന് പല ഭവനങ്ങളും അങ്ങനെയാണോ? ആ ഭവനങ്ങളിൽ സമാധാനമുണ്ടോ, ശാന്തിയുണ്ടോ? അവിടെയുള്ള അംഗങ്ങൾക്ക് സ്വൈര ജീവിതമാണോ ആ ഭവനത്തിൻ്റെ അകത്തുള്ളത്? നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഒരു ഭവനത്തിൽ സമാധാനവും ശാന്തിയും ആശ്വാസവും ആ ഭവനത്തിലെ അംഗങ്ങൾക്കിടയിൽ എന്നും നിലനിൽക്കുവാൻ അനിവാര്യമായ ചില കാര്യങ്ങൾ, ചില മര്യാദകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നാമതായി, നമ്മൾ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ബിസ്മില്ല ചൊല്ലിക്കൊണ്ടായിരിക്കണം വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് എന്നതാണ് ആ നിയമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വീട്ടിലേക്ക് പ്രവേശിക്കുന്ന വേളയിലും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന വേളയിലുമൊക്കെ ബിസ്മില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിന് ആ ഭവനത്തിലും ആ ഭവനത്തിലുള്ള ആളുകളുടെ കാര്യത്തിലും വലിയ നിരാശയാണ് എന്നാണ്. അവന് പിന്നെ അവിടെ ഇരിപ്പിടമില്ല, അവന് പാർപ്പിടമില്ല. അതുപോലെ തന്നെ അവൻ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനുമാവില്ല. കാരണം പ്രത്യേകമായ സുരക്ഷയുടെ വചനം അവൻ ചൊല്ലിയിട്ടാണ് ഭവനത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളത്, ഭക്ഷണം കഴിക്കുവാൻ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വേളയിലും വീട്ടിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന വേളയിലും ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവേശിക്കലാണ് ഭവനത്തിൽ സമാധാനം കളിയാടുവാനുള്ള ഒന്നാമത്തെ മാർഗം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വീടകത്തിൽ എപ്പോഴും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റുകളും അതുപോലെ തന്നെ ഇസ്ലാമികമായ നിയമങ്ങളും കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഭവനങ്ങളായിരിക്കണം. അള്ളാഹുവിനെ പറയപ്പെടാത്ത, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കപ്പെടാത്ത, റബ്ബിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തപ്പെടുന്ന ഭവനങ്ങൾ പിശാചിന്റെ താവളങ്ങളായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അത് ശവപ്പറമ്പുകൾക്ക് സമാനമാണെന്നാണ് അവിടുന്ന് വിശദീകരിച്ചത്. ജീവനുള്ള മനുഷ്യനോടും മയ്യിത്തായ ശവത്തോടുമാണ് അള്ളാഹുവിനെ ഓർക്കുന്ന ഭവനത്തെയും അള്ളാഹുവിന്റെ വചനങ്ങളെ ഓർക്കുകയോ പറയപ്പെടുകയോ ചെയ്യാത്ത ഭവനങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചു പറഞ്ഞത്. അള്ളാഹുവിനെ ഓർക്കപ്പെടുന്ന ഭവനം അതുപോലെ തന്നെ റബ്ബിനെ ഓർക്കപ്പെടാത്ത ഭവനം ശവത്തെ പോലെയാണ്. ഓർക്കുന്ന ഭവനമോ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് തുല്യമാണ് എന്നതാണ്. അത്രത്തോളം പ്രാധാന്യമുണ്ട് വീടിന്റെ അന്തരീക്ഷത്തിൽ ദിക്റുകൾക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭവനങ്ങളിൽ ദിക്റുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെ പാരായണവും പഠനവും തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഊ സൂറത്തുൽ ബഖറ ഫീ ബുയൂതികും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യണം. ഫഇന്ന ശൈത്താന ലാ യദ്ഖുലു ബൈതൻ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യപ്പെടുന്ന ഭവനങ്ങളിൽ നിന്ന് പിശാച് വിരണ്ടോടുന്നതാണ്. അവനവിടെ താവളം ലഭിക്കുകയില്ല. നമ്മൾ ചിന്തിക്കണം, വിശുദ്ധ ഖുർആനിൽ നിന്ന് എപ്പോഴും പാരായണങ്ങൾ നടക്കേണ്ടുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ വീടുകൾ. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ കുറേശ്ശെ ഡെയിലി നമ്മുടെ ഭവനങ്ങളിൽ പാരായണം നടക്കണം എന്നർത്ഥം. മാത്രമല്ല, പള്ളികളിൽ പോയി നമസ്കരിക്കലാണല്ലോ പുരുഷന്മാർക്ക് അല്ലാഹു തആല ഫർദ് നമസ്കാരങ്ങളുടെ കാര്യത്തിൽ നിർബന്ധ നിയമമായി നിശ്ചയിച്ചിട്ടുള്ളത്. ആ നിർബന്ധമായ നമസ്കാരങ്ങളല്ലാത്ത നിർബന്ധ നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമൊക്കെയുള്ള റവാത്തിബ് നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ അവരവരുടെ വീടുകളിൽ വെച്ച് നിർവഹിക്കണമെന്നതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. ഇജഅലൂ ഫീ ബുയൂതികും മിൻ സലാത്തികും, നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് നിങ്ങളുടെ നമസ്കാരങ്ങളിൽ നിന്ന് ഒരു വിഹിതം നിങ്ങൾ മാറ്റിവെക്കണം. സല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂതികും, ജനങ്ങളെ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ നമസ്കരിക്കുവീൻ. ഫഇന്ന അഫ്ളല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ, ഒരു മനുഷ്യന്റെ നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഫർള് നമസ്കാരമല്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളെല്ലാം തന്നെ വീടിന്റെ അകത്തേക്ക് മാറ്റുന്നതാണ്, വീടകത്ത് വെച്ച് നിസ്കരിക്കുന്നതാണ് സുന്നത്തുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലവും ശ്രേഷ്ഠതയും ഉള്ളത്. ഇദാ ഖളാ അഹദുകുമുസ് സ്വലാത്ത ഫീ മസ്ജിദിഹി, നിങ്ങളിൽ ഒരാൾ തന്റെ പള്ളിയിൽ വെച്ച് അവന്റെ ഫർദ് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫൽയജഅൽ ലി ബൈതിഹി,
നസീബം മിൻ സലാത്തിഹി, അവന്റെ വീട്ടിലേക്ക് അവന്റെ നമസ്കാരത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെക്കട്ടെ. ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സലാത്തിഹി ഖൈറാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണമായി അവന്റെ വീട്ടിൽ ഖൈറും ബറക്കത്തും ചൊരിയുന്നതാണ്. അവൻ ആ നമസ്കാരം മുഖേന അല്ലാഹു തആല പ്രത്യേകം ഖൈർ നൽകുന്നതാണ് എന്നാണ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് ഖൈർ കിട്ടും എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഒന്ന്, നമ്മുടെ ഭവനത്തിലുള്ള നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ ഇണയുമൊക്കെ നമസ്കാരത്തിന്റെ രൂപങ്ങളും രീതികളുമൊക്കെ ഒരുപക്ഷെ അവർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ നമസ്കാരം കണ്ടവർക്ക് പഠിക്കാനും മനസ്സിലാക്കുവാനും അതൊരു നിമിത്തമായി മാറുകയാണ്. രണ്ടാമത്തെ കാരണം, നിങ്ങൾക്ക് അതുകൊണ്ട് പ്രതിഫലം കൂടുതലാണ് ലഭിക്കുന്നത്. കാരണം തതവ്വുഉർ റജുലി ഫീ ബൈതിഹി യസീദു അലാ തതവ്വുഇഹി ഇൻദന്നാസ് കഫളി സ്വലാത്തിൽ ജമാഅ അലാ സ്വലാത്തിർ റജുലി വഹ്ദഹു. മുസന്നഫ് അബ്ദുർ റസാഖിലും ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിലുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഹദീസാണത്. ഒരു മനുഷ്യൻ അവന്റെ വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കുന്നതാണ് അവന് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുവാൻ കാരണമായി തീരുന്നത്. ഏതുപോലെയാണ് അതിന്റെ പുണ്യം? കഫളി സ്വലാത്തിൽ ജമാഅ, ഒരാൾ പള്ളിയിൽ പോയി ജമാഅത്ത് നമസ്കരിച്ചാലുള്ള പുണ്യം പോലെയാണ് വീട്ടിൽ വെച്ച് ഒറ്റക്ക് സുന്നത്ത് നിസ്കരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് 5 നേരത്തെ ഫർദ് നിസ്കാരം ഒറ്റക്ക് വീട്ടിൽ നിസ്കരിക്കാതെ നമ്മളൊക്കെ പള്ളികളിലേക്ക് ധൃതി കൂട്ടി പോകുന്നത്? 27 ഇരട്ടി പ്രതിഫലം ലഭിക്കാനാണ്. എങ്കിൽ അതേ റസൂലാണ് നമ്മോട് പറയുന്നത്, വീട്ടിൽ വെച്ച് നിങ്ങൾ ഫർദ് നിസ്കാരം നിർവഹിക്കാതെ പള്ളിയിലേക്ക് 27 ഇരട്ടി പ്രതീക്ഷിച്ചു വരുന്നുവെങ്കിൽ പള്ളികളിലെത്തി ആ 27 ഇരട്ടി പുണ്യം നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കാരം വീട്ടിലേക്ക് മാറ്റിവെക്കണം, സുന്നത്ത് നിസ്കരിക്കാൻ വീട്ടിലേക്ക് പോകണം. കാരണം അവിടെയാ 27 ഇരട്ടി കൂലി എന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ? നമ്മൾ ചിന്തിക്കണം. പള്ളികളിൽ വെച്ചല്ല സുന്നത്ത് നമസ്കരിക്കേണ്ടത്, അനുവദനീയമാണ്. പള്ളികളിൽ വെച്ചും സുന്നത്ത് നിസ്കരിക്കൽ ജായിസാണ്, അനുവദനീയമാണ്. പക്ഷേ 27 ഇരട്ടി അല്ലെങ്കിൽ അത്രത്തോളം മാഹാത്മ്യമുണ്ട് നമ്മുടെ നമസ്കാരങ്ങൾ, സുന്നത്തുകൾ ഭവനത്തിലേക്ക് നീക്കി വെക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. ഇതൊക്കെ വീടിന്റെ അന്തരീക്ഷത്തിൽ സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും കൃത്യമായ നിലക്കുള്ള ഒരു സമീപനം നിലനിൽക്കുവാൻ അനിവാര്യമായ സംഗതികളാണ്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ പരസ്പരം ഇസ്ലാമികമായ ചിട്ടകൾ മറന്നുപോയവരെ ഓർമ്മിപ്പിക്കണം. ദിക്റുകൾ ചൊല്ലാൻ മറന്ന കുടുംബാംഗങ്ങളോട് കുടുംബനാഥൻ ഓർമ്മിപ്പിക്കണം. നിസ്കാരം മറന്ന കുടുംബാംഗങ്ങളോട് ഓർമ്മിപ്പിക്കണം. നീ നിന്റെ ഇണയോടും മക്കളോടും ബന്ധപ്പെട്ടവരോടുമൊക്കെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. നീ ആ മേഖലയിൽ നല്ല ക്ഷമ പാലിക്കണം. കാരണം ആവർത്തിച്ചു പറഞ്ഞാലും ഒരുപക്ഷെ കേൾക്കാത്ത മക്കളോ ഇണയോ ഉണ്ടെങ്കിലും നിരാശപ്പെടാതെ നിരന്തരം ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കണം ഭവനത്തിന്റെ അകത്ത്. അതുപോലെ തന്നെ രാത്രിയിൽ ഏറ്റവും പുണ്യമുള്ള നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരാൾ എഴുന്നേറ്റ് മറ്റേയാൾ അറിയാതെ ഉറങ്ങുകയാണെങ്കിൽ എഴുന്നേറ്റ് താൻ നിസ്കരിച്ച് പുണ്യം നേടിയാൽ മാത്രം പോരാ. ആരാണോ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് അയാൾ നിസ്കരിക്കുമ്പോ തന്റെ ഇണയെ വിളിച്ചുണർത്തണം. എഴുന്നേൽക്കാൻ മടി തോന്നുന്നുവെങ്കിൽ എഴുന്നേൽക്കാനുള്ള വെള്ളം കുടയൽ പോലെയുള്ള മാർഗങ്ങൾ വരെ സ്വീകരിക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നിമിത്തമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഭർത്താവാണ് എഴുന്നേറ്റതെങ്കിൽ ഭാര്യ വിളിക്കട്ടെ, ഭാര്യയാണ് എഴുന്നേറ്റതെങ്കിൽ ഭർത്താവിനെ വിളിക്കട്ടെ, മക്കളാണ് എഴുന്നേറ്റതെങ്കിൽ ബാപ്പയെ വിളിക്കട്ടെ, ഉമ്മയെ വിളിക്കട്ടെ, ഉമ്മയും ബാപ്പയുമാണ് എഴുന്നേറ്റതെങ്കിൽ മക്കളെ വിളിക്കട്ടെ. അങ്ങനെ എന്തായിരിക്കും ആ ഒരു ഭവനത്തിന്റെ സമാധാന അന്തരീക്ഷം? പ്രഭാതത്തിന്റെ പൊൻപുലരിയാകുമ്പോഴേക്ക് തന്നെ ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു ഭവനം, തിരിതെളിയുന്ന ഒരു ഭവനം, ലൈറ്റ് ഇടുന്ന ഒരു ഭവനം, അവിടെ വെളിച്ചം പടരുകയാണ്. ബാഹ്യമായ വെളിച്ചം മാത്രമല്ല, റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ മുഴുവനും റുകൂഇലാണ്, സുജൂദിലാണ്, ദിക്റിലാണ്, ഖുർആൻ പാരായണത്തിലാണ്. അത്തരം ഒരു അന്തരീക്ഷമുള്ള ഭവനത്തിൽ ചെകുത്താനുവിന് പ്രവേശനമുണ്ടാകുമോ? പ്രിയമുള്ളവരെ, അവിടെ സമാധാനമായിരിക്കും, അവിടെ ശാന്തിയായിരിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. നമ്മുടെ ഭവനങ്ങളിലാവട്ടെ, ഏത് വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോഴും അവിടെയും നമ്മുടെ വീട്ടിലും അവിടുത്തെ അംഗങ്ങൾക്കുമെല്ലാം സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും വചനങ്ങൾ ചൊരിയണം. ഫൈദാ ദഖൽതും ബുയൂതാ ഫസല്ലിമു അലാ അൻഫുസികും
തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹ് മുബാറകതൻ തയ്യിബ. നിങ്ങൾ ഏത് വീടുകളിലേക്കാണെങ്കിലും, അത് അവരവരുടെ വീടുകളിലേക്കാണെങ്കിലും മറ്റുള്ളവരുടെ വീടുകളിലേക്കാണെങ്കിലും, നിങ്ങൾ ആദ്യം കയറി ചെല്ലുമ്പോ നിങ്ങൾ അവർക്ക് കാഴ്ച കൊടുക്കണം, ഗിഫ്റ്റ് സമർപ്പിക്കണമെന്നാണ്. അല്ല നിങ്ങൾക്ക് തന്ന ഗിഫ്റ്റാണ് അവർക്ക് കൊടുക്കേണ്ടത്. എന്താണ് അല്ല നിങ്ങൾക്ക് നിശ്ചയിച്ച ഗിഫ്റ്റ്? എന്താണ്? ഫസല്ലിമു അലാ അൻഫുസികും. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ടോ, കുടുംബത്തിലെ അംഗങ്ങൾക്ക്, വീട്ടുകാർക്ക്, കുട്ടികൾക്ക് ഒക്കെ വേണ്ടി സലാം പറയുന്നത് അല്ലാഹു തആല പ്രയോഗിച്ച വാചകം എന്താ? ഫസല്ലിമു അലാ അൻഫുസികും. നിങ്ങൾ നിങ്ങളോട് സലാം പറയണം. അതെന്താണല്ലോ? ഒരേ മനസ്സാണ്, ഒരേ ശരീരമാണ് എല്ലാവരും. മുസ്ലിമീങ്ങൾ എല്ലാവരും ഒറ്റ ശരീരമാണ്. ആർക്ക് സലാം പറഞ്ഞാലും അത് തന്റെ കൂടി രക്ഷയ്ക്ക് വേണ്ടിയാണ്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ സലാം പറയുക എന്ന പ്രയോഗം അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹ്, അല്ലാഹു നിശ്ചയിച്ച ഗിഫ്റ്റാണത്. മുബാറകതൻ, അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടാൻ കാരണമാകുന്ന ഏറ്റവും വലിയ അഭിവാദ്യമാണത്. തയ്യിബത്തൻ, അതിവിശിഷ്ടവും പരിപാവനവുമായ രൂപത്തിലുള്ള തഹിയ്യത്താണത്. അങ്ങനെ നിങ്ങൾ ഭവനത്തിലേക്ക് സലാമിന്റെയും ശാന്തിയുടെയും ആ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് കയറണമെന്നുള്ളതാണ്. ആരാരും താമസമില്ലാത്ത ഭവനത്തിലേക്ക് കയറുമ്പോൾ പോലും അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയണമെന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾക്കും മറ്റുള്ള എല്ലാ സദ്വൃത്തരായ ആളുകൾക്കും ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ആ അർത്ഥത്തിൽ വീടിൽ സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി പ്രാർത്ഥനയോടെ കടന്നു ചെല്ലണമെന്ന് ഇസ്ലാം പറഞ്ഞു. അതോടൊപ്പം തന്നെ വീടിന്റെ അകത്തുള്ള ആളുകൾ പരസ്പരം, നേരത്തെ പറഞ്ഞല്ലോ, തിന്മ കണ്ടാൽ ആ തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്ന കുടുംബാംഗങ്ങളായിരിക്കണം. തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്ന രക്ഷിതാക്കളായിരിക്കണം. സമൂഹത്തിൽ തിന്മയിൽ, നാട്ടിൽ അതല്ലെങ്കിൽ വീടിന്റെ അകത്ത് കാണുന്ന തിന്മകൾക്കെതിരെ പോലും മൗനം പാലിക്കുന്ന ഒരു ബാപ്പയാണെങ്കിൽ, ഒരു ഉമ്മയാണെങ്കിൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകുന്നതല്ല. അല്ലാഹുവിന്റെ കൽപ്പന എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ ഈണ മക്കളടങ്ങുന്ന കുടുംബത്തിന്റെ ശരീരങ്ങളെയും നരകാഗ്നിയെ തൊട്ട് കാത്തു രക്ഷിക്കണേ. അള്ളാഹിന്റെ കൽപ്പനയാണ്. നമ്മുടെ ഭവനങ്ങൾ, ആ ഭവനങ്ങളിലെ മെമ്പർമാരുടെ ശരീരത്തെ നരകത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു. നീ നിന്റെ കുടുംബാംഗങ്ങൾക്കിടയിൽ ആരിൽ നിന്നെങ്കിലും ഒരു തിന്മ കണ്ടാൽ റദഅതഹും അൻഹാ വസജർതഹും അൻ ഫിഅലിഹാ, അതിനിശ്ചിതമായി അതിനെ തടയണം. അത് വളരെ ഗൗരവത്തോടെ എടുക്കണം, നിസ്സാരമായി കാണരുത്. സമൂഹത്തിൽ കാണുന്ന തിന്മകൾ വീടിന്റെ അകത്ത് നിന്നാണ് തുടക്കം കുറിക്കപ്പെടുന്നത്. അതുകൊണ്ട് വീടകം തന്നെ പരിഭാവനമായി ഒന്നാമത്തെ പാഠശാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് അവനവന്റെ വീടുകൾ. ഓർമ്മ വേണം. അതുകൊണ്ട് കുടുംബാന്തരീക്ഷങ്ങളിൽ ഉപദേശങ്ങൾക്ക് സമയം കാണണം. വീട്ടുകാരും കുടുംബാംഗങ്ങളുമൊക്കെ വേറെ വേറെ ചിന്തിക്കുന്ന മനോഗതിക്കാരാവാൻ പാടില്ല. ഭവനത്തിൽ എന്നും കൂടിയാലോചനകൾ നടക്കണം. ഇസ്ലാമിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു, ഭക്ഷണ തീന്മേശകൾക്ക് ചുറ്റുമിരിക്കുമ്പോ, അതുപോലെ തന്നെ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ കുടുംബാംഗങ്ങളോട് ഒന്നിച്ചിരിക്കാൻ രക്ഷിതാക്കൾ സമയം കാണണമെന്ന്. മക്കളെ അന്യരായിട്ടല്ല കാണേണ്ടത്, കുടുംബാംഗങ്ങളെ അന്യരായിട്ടല്ല കാണേണ്ടത്. കുത്തുവാക്കുകളല്ല ഭവനത്തിൽ നിന്ന് ഉയരേണ്ടത്, കുറ്റപ്പെടുത്തലുകളുമല്ല ഉയരേണ്ടത്. മറിച്ചവിടെ മറക്കാനും പൊറുക്കാനും ഉപദേശിക്കാനും നിയന്ത്രിക്കുവാനും നിയന്ത്രണത്തിന്റെയും ഉപദേശത്തിന്റെയും മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ രക്ഷിതാക്കൾ സന്നദ്ധരാവേണ്ടതുണ്ട്. ഇന്ന് ഓരോരുത്തരും അവരവരുടെ സ്മാർട്ട് ഫോണുകളുടെ ലോകത്തേക്ക് ചുരുണ്ടുകൂടിക്കൊണ്ട് വീട്ടിൽ 5, 6, 4 മെമ്പർമാരുണ്ടെങ്കിൽ അവരെല്ലാവരും അവരവരുടെ ലോകത്ത് മാത്രം വിഹരിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖകരമായ ഒരു കാഴ്ചയാണെന്ന് കാണുന്നത്. ആർക്കും ആരോടും സംസാരിക്കുവാൻ പോലും നേരമില്ല. വീടിന്റെ അകത്തേക്ക് കയറി വരുന്നത് പോലും സ്മാർട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ്. വീടിന്റെ അകത്ത് എത്തിയാലും സംസാരത്തിലാണ്. ഉറങ്ങുന്ന വേളയിൽ അല്ലാത്ത എല്ലാ ഘട്ടത്തിലും കുടുംബത്തിന്റെ കുടുംബത്തിലെ മെമ്പർമാരെല്ലാം ഈ ഫോണിന്റെ ദുരുപയോഗത്തിലാണെങ്കിൽ, പ്രിയമുള്ളവരെ, ആ ഭവനത്തിൽ മനസ്സ് ഉള്ളു തുറന്ന് സംസാരിക്കുവാൻ ആർക്കാണ് നേരമുള്ളത്? ആരാണ് സംസാരിക്കുന്നത്? ആരാരെയാണ് നേരെയാക്കേണ്ടത്? ആരോടാണ് ഉപദേശങ്ങൾ പറയേണ്ടത്? അങ്ങനെ പറയുന്നവരവസ്ഥ ഇന്ന് ഭവനങ്ങളിൽ കുറഞ്ഞു വരികയാണ്. അതിന്റെ അപകടങ്ങൾ ഈ സമുദായം അനുഭവിക്കുന്നുണ്ട്. പലരുടെയും പിറകെ തന്നോട് വീട്ടിൽ നിന്ന് തനിക്ക് കിട്ടാത്ത സ്നേഹം പ്രകടിപ്പിക്കുന്ന അന്യരുടെ കൂടെ ആണും പെണ്ണുമൊക്കെ ഒളിച്ചോടി പോകുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം.
എനിക്ക് സ്നേഹമുണ്ട് എന്ന് ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചത് കൊണ്ടായില്ല. അത് കുടുംബാംഗങ്ങൾക്കിടയിൽ പങ്കുവെക്കുവാൻ നമുക്ക് സാധ്യമാകണം. എനിക്ക് മറ്റുള്ളവരോട് സ്നേഹമുണ്ട് എന്ന് അവരോട് പറഞ്ഞറിയിക്കേണ്ടതുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കണം. മക്കൾക്ക് ബോധ്യമാകണം, ഉമ്മാക്ക് ബോധ്യമാകണം, ബാപ്പക്ക് ബോധ്യമാകണം. രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ മക്കൾക്കും ഇടയിലുള്ള സുദൃഢമായ ബന്ധം നിലനിൽക്കണം. ഒരു കൂട്ടുകാരെ പോലെയാകണം കുടുംബത്തിലെ അംഗങ്ങൾ മുഴുവനും. അവിടെ കളിച്ചിരികളും തമാശകളും ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും അതുപോലെ ഉത്ബോധനങ്ങളും ഏതെല്ലാം മേഖലയിൽ എന്തൊക്കെ നടക്കേണ്ടതുണ്ടോ അനുവദനീയമായതെന്തും നമ്മുടെ ഭവനങ്ങളിൽ നടക്കണം. അതല്ലാതെ കടിച്ചു കീറുന്ന, കുറ്റപ്പെടുത്തുന്ന, മൗനം പാലിക്കുന്ന, എന്നോ പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ഒരു ബോംബ് പോലെ ആ നിലക്കുള്ള കലുഷിതമായ ഒരു മനസ്സിന്റെ ഉടമകളായിട്ടല്ല ഭവനാന്തരീക്ഷത്തിൽ ഒരു മുസ്ലിം വളരേണ്ടത്. മറിച്ച് സമാധാനം ഉണ്ടാകണം, ശാന്തി ഉണ്ടാകണം. ആ അർത്ഥത്തിലുള്ള കാര്യങ്ങൾക്ക് ഉത്ബോധനം നൽകപ്പെടണം. ഇന്ന് സമൂഹത്തിൽ കുറ്റപ്പെടുത്തലുകളാണ്. മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് എന്റെ കുട്ടി വളരെ മുറകാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കുന്ന കുട്ടികളെ പരീക്ഷയുടെ ഘട്ടത്തിൽ അവരുടെ മാനസികമായ പിരിമുറുക്കം കൂട്ടിയിട്ട് അവസാനം തോറ്റുപോകുമ്പോ, മാർക്കെന്ന് പറയുമ്പോ, റാങ്ക് നഷ്ടപ്പെടുമ്പോ ഇനി വീട്ടിലേക്ക് കയറി ചെല്ലാനാവില്ലെന്ന് വിചാരിച്ച് വിഷം കുടിച്ചും ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയുമൊക്കെ ആത്മഹത്യ ചെയ്യുന്ന മക്കളുടെ എണ്ണം ഈ രാജ്യത്ത് പെരുകി വരുമ്പോ നമ്മൾ ആലോചിക്കണം. സമാധാനവും ശാന്തിയും ചർച്ച ചെയ്യുവാൻ ഉതകുന്ന വിധത്തിൽ നമ്മുടെ വീടകങ്ങൾ ക്രമീകരിച്ചേ മതിയാകൂ. അവിടെ എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ പറയാൻ ഇടം വേണം. ബാപ്പയും മക്കളും തമ്മിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. കലാലയത്തിൽ നിന്ന് മടങ്ങി വരുന്ന മക്കളുടെ മുഖം ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അത് കാണാൻ ഉമ്മാക്കും ഉപ്പാക്കും കഴിയണം. ഉമ്മയുടെയും ഉപ്പയുടെയും മുഖത്തൊരു മാറ്റമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ മക്കൾക്കും സാധിക്കണം. അങ്ങനെ എന്താണ് ഉപ്പാ പ്രശ്നം, എന്താണ് ഉമ്മാക്കൊരു ടെൻഷൻ, അല്ലെങ്കിൽ എന്താ മോനെ നിന്റെ മുഖത്തൊരു ടെൻഷൻ, എന്താ മകളെ നിന്റെ മുഖത്തൊരു ടെൻഷൻ എന്ന് തുറന്നു ചോദിക്കുന്ന ഉപ്പയും ഉമ്മയും രക്ഷിതാക്കളും മക്കളുമുള്ള ഒരു ഭവനമാണെങ്കിൽ അവിടെ ആത്മഹത്യ ഉണ്ടാവുകയില്ല, അവിടെ ഇറങ്ങിപ്പോകലുകൾ ഉണ്ടാവുകയില്ല, അവിടെ ഒളിച്ചോട്ടം ഉണ്ടാവുകയില്ല. മറിച്ച് റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള കൃത്യമായ ബോധവും വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിൽ കൂട്ടമായി കുടുംബം ഒന്നിച്ചു പങ്കെടുക്കുന്ന വീടുകളും അള്ളാന്റെ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന സദസ്സുകളിലേക്ക് ഒന്നിച്ചൊന്നായി കടന്നു വരുന്ന സന്തോഷത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളും ഉണ്ടെങ്കിൽ അവിടെ പിശാചിന് ഇടമുണ്ടാവുകയില്ല. അവിടെ സമാധാനത്തിന്റെയും ശാന്തിയുടെയും വിളനിലങ്ങളായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ അർത്ഥത്തിൽ വീടകം എന്നും സമാധാനത്തിന്റെയും ശാന്തിയുടെയും കേന്ദ്രങ്ങളാക്കുവാൻ ഇസ്ലാം നിശ്ചയിച്ച പാതയിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങുക. മറ്റുള്ള എല്ലാ പൈശാചിക മാർഗങ്ങളിൽ നിന്നും വിട്ടകന്നു മാറി നിൽക്കുക. റഹ്മാനായ റബ്ബിന്റെ കാവലുണ്ടാകും, തുണയുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ കുടുംബാദികളെയും എല്ലാവരെയും എല്ലാവിധത്തിലുള്ള ശർറുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും കാത്ത് രക്ഷിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുമാറാകട്ടെ.